നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് സെഷൻ ആണ് അല്ലെ ഇന്ന് റാപ്പ് സെഷൻ. അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെ മെന്റേഴ്സും അതേപോലെ തന്നെ LSCസും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ വൈൻഡ് അപ്പ് സെഷനും കൂടിയാ. നമ്മൾ ഇന്നത്തോടു കൂടെ നമ്മുടെ ഓറിയന്റേഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അതായത് നമ്മുടെ ഓറിയന്റേഷന്റെ എൻഡിങ് ആണ് ഇന്ന്. അപ്പോ നമ്മുടെ ഐസ് ബ്രേക്കിംഗ് സെഷൻസ്, അതായത് നമ്മുടെ ഫസ്റ്റ് ഇനോഗ്രേഷൻ സെഷൻ മുതൽ നമ്മുടെ ഐസ് ബ്രേക്കിംഗ് അങ്ങനെ ഓരോ സെഷൻസ് കഴിഞ്ഞ് എല്ലാവർക്കും നമ്മുടെ ഓറിയന്റേഷൻ കൂടുതൽ ഉപയോഗപ്പെട്ടു എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു റാപ്പ് സെഷനും കൂടെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മുടെ ഐസ് ബ്രേക്കിംഗിൽ എത്രത്തോളം നിങ്ങൾ സംസാരിച്ച് എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യാൻ പറ്റി, അതേപോലെ തന്നെ ഈ ഒരു സെഷനിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ ഇന്ററാക്ട് ചെയ്യുക. നമ്മുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഒന്നും കൂടെ നല്ല ആക്റ്റീവ് ആയിട്ട് തന്നെ എല്ലാവരോടും സംസാരിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ എന്റെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അക്ഷര മാം ഉണ്ട്. അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സുനീറ മാമും അതേപോലെ തന്നെ വൈഷ്ണവി മാമും ഉണ്ട്. നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ മെന്റേഴ്സ് ആണ് ഇവര്. അപ്പൊ എല്ലാവരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഫോർമലി വെൽക്കം ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു സെഷനിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 13ാമത്തെ സെഷനിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ ഇന്ന്. ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ 13th സെഷൻ ആണ് ഇന്ന്. അപ്പൊ ഇത്രയും സെഷൻസ് കംപ്ലീറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ ഓരോ സെഷനിലും നമ്മൾ എന്തൊക്കെ ആയിരുന്നു നമ്മളെ ഒരു റിഫ്ലക്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇനോഗ്രേഷൻ സെഷൻ ഒഫീഷ്യലി നമ്മൾ നമ്മുടെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തു അല്ലെ. നമ്മുടെ ലേൺ വൈസിൽ നമ്മൾ ജോയിൻ ചെയ്ത സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞ ചില ആൾക്കാർ സീറോ പോലെ ആയിരുന്നു അല്ലെ. ഒന്നും അറിയില്ലായിരുന്നു എന്താണ് ഇഗ്നോ എന്നുള്ളതോ നമ്മുടെ ലേൺ വൈസിനെ കുറിച്ചിട്ട് എങ്ങനെയാന്നുള്ളതോ അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നോ ഒന്നിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ ആയിരിക്കും പല ആൾക്കാരും ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി നമ്മൾ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒഫീഷ്യലി നമ്മൾ ഇനോഗ്രേഷൻ സെഷൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 2ാമത്തെ സെഷൻ ആയിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ച് മേറ്റ്സിനെ പരിചയപ്പെടാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആ ഒരു സെഷൻസ്. എല്ലാവരും നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്ത് നമ്മൾ കുറച്ച് ഫൺ ആൻഡ് ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സെഷൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സെഷനും കൂടെ ആയിട്ടുണ്ടാവും അല്ലെ ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ 3ാമത്തെ സെഷൻ എന്ന് പറയുന്നത് ഇഗ്നോ ഡീപ് ഡ്രൈവ് എന്ന് പറയുന്ന സെഷൻ ആയിരുന്നു. നമ്മൾ ഇഗ്നോനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു അല്ലെ. സർ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം അല്ലെ. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. 4ാമത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷനും കൂടിയായിരുന്നു. എത്ര പേപ്പേഴ്സ് നിങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക് ഫസ്റ്റ് ഇയറിൽ, എന്തൊക്കെയാണ് അതിൽ ഉള്ളിലുള്ളത്, എത്ര മാർക്കിനാണ് നമ്മുടെ എക്സാംസ് ഒക്കെ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ അസൈൻമെന്റിനെ കുറിച്ചിട്ടും എല്ലാം ആ ഒരു സിലബസ് ഡീകോഡിംഗ് പറയുന്ന സെഷൻസിൽ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ 5ാമത്തെ സെഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലേൺ വൈസ് എക്കോ സിസ്റ്റം എന്നായിരുന്നു ആ സെഷന്റെ പേര്. നമ്മളെ ലേൺ വൈസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാനും നമ്മൾ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ആപ്പ് ആക്സസ് ചെയ്യേണ്ടത്, നമ്മൾ ക്ലാസ് കാണുന്ന രീതികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ആ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ 6ാമത്തെ സെഷനിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ 6ാമത്തെ സെഷനിലാണ് നമ്മൾ നല്ല രീതിയിൽ ഗോൾസ് സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന ഒരു സെഷൻ ആയിരുന്നു അല്ലെ. സ്മാർട്ട് ഗോൾസ് ആൻഡ് ഹാബിറ്റ് ക്ലിനിക് എന്ന് പറയുന്ന സെഷന്. പിന്നീട് നമ്മുടെ ലേൺ വൈസിൽ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ലേൺ വൈസിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അലുമിനീസിന്റെ ടോക്സ് ഒക്കെ അല്ലെ, ഇൻസ്പിറേഷൻ ടോക്സ് ഒക്കെ എല്ലാവരും കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവും. നമ്മുടെ 7ാമത്തെ സെഷൻ അലുമിനി ഇൻസ്പിറേഷൻ അല്ലെ അലുമിനി ടോക്ക് എന്നൊക്കെ പറയുന്ന സെഷൻ ഉണ്ടായിരുന്നു. നമ്മൾ അലുമിനീസിന്റെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു സെഷനിൽ. നമ്മുടെ 8ാമത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇഗ്നോ എക്സാം എഴുതുന്ന നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിലാണ് അല്ലെ. അപ്പൊ ഇംഗ്ലീഷിന്റെ ഒരു ഇമ്പോർട്ടൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ആ ഒരു സെഷനിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊവിഷൻസിനെ കുറിച്ചിട്ടും നമ്മൾ ഈ ലേൺ വൈസിൽ എത്രത്തോളം അതിന് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ 9ാമത്തെ സെഷനാണ് നമ്മൾ കരിയർ പാത്ത്. കരിയറിനെ കുറിച്ചിട്ട് നമ്മൾ കരിയർ എങ്ങനെ സെറ്റ് ചെയ്യണം, അതിനെ ഏതൊക്കെ പാത്തിലൂടെ നമ്മൾ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു കാര്യത്തെ കൊണ്ടുപോകേണ്ടെന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു ആ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ 10ാമത്തെ സെഷനാണ് നമ്മുടെ ലേൺ വൈസിലെ ടീമിനെ മീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. മീറ്റ് ദ ലേൺ വൈസ് ടീം എന്ന് പറയുന്ന ഒരു സെഷനിലൂടെ നമ്മുടെ ലേൺ വൈസിലുള്ള ടീംസിനെ കോ ടീംസിനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെ 11ാമത്തെ സെഷനാണ് മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സെഷന്. അതായത് ഒരുവിധം ഇപ്പൊ എനിക്കാണെങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് മെന്റേഴ്സിനാണെങ്കിലും നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഫീഡ്ബാക്സ് കിട്ടിയ ഒരു സെഷനും കൂടിയായിരുന്നു നമ്മുടെ ഈ ഒരു 11ാമത്തെ സെഷൻ എന്ന് പറയുന്നത്. കാരണം നല്ല രീതിയിൽ തന്നെ നമ്മുടെ അക്ഷര മാം ആ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്കും കൂടെ കിട്ടിയ ഒരു സെഷനും കൂടിയായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ ഒരു മെന്റൽ ഹെൽത്ത്, അതായത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകണ്ടേ, എങ്ങനെയൊക്കെയാ മാനേജ് ചെയ്ത് പോകണ്ടേ എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ മാം നല്ല രീതിയിൽ പറഞ്ഞൊരു സെഷൻ ആയിരുന്നു അല്ലെ അത്. പിന്നെ 12ാമത്തെ സെഷൻ ആയിരുന്നു നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു സെഷൻ
സെഷൻ, അതായത് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു സെഷനും കൂടിയായിരുന്നു നമ്മളെ ഫാമിലി മീറ്റ് എന്ന് പറയുന്ന സെഷന്. അങ്ങനെ നമ്മൾ ഈ 12 സെഷൻസും പോയി നമ്മൾ 13ാമത്തെ സെഷനിലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്ന്. നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള സെഷനാണ് ഇന്ന്, നമ്മുടെ ഫൈനൽ സെലിബ്രേഷൻ. ഇന്നത്തോടു കൂടെ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം എൻഡ് ചെയ്യാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സ്റ്റഡീസ് സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി നാളെ മുതൽ എന്ത് ചെയ്യാണ്, നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവാണ്, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതാണ് നമ്മൾ 13ാമത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ സെലിബ്രേഷൻ എന്ന് പറയുന്ന സെഷനാണ്. അപ്പൊ ഇത്രയും സെഷൻസ് കഴിഞ്ഞ സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കാം അല്ലെ, ഇത്രയും സെഷൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും, നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം.
നമ്മുടെ ഇത്രയും ഓറിയന്റേഷൻസ് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള നമ്മുടെ ഒരു തിരിഞ്ഞു നോട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നമ്മൾ ഓറിയന്റേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഓറിയന്റേഷനിൽ 1 മുതൽ 12 സെഷൻസ് കഴിഞ്ഞു. 13ാമത്തെ സെഷനിൽ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ഫസ്റ്റ് ലേൺ വൈസിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ഓറിയന്റേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് നിങ്ങളൊരു ഫീഡ്ബാക്ക് പോലെ നിങ്ങൾ നമ്മളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങള് കോൺഫിഡന്റോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണേ, ആരൊക്കെയാണ് ആദ്യം മുന്നോട്ട് വരുന്നത്, അതായത് നിങ്ങളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണ് നമുക്ക് ആവശ്യം. നമ്മുടെ ഈ ഒരു സെഷനിൽ ഹോണസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് വേണ്ടത്. അപ്പോൾ എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് നിങ്ങളുടെ പേരൊക്കെ റീനെയിം ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഐസ് ബ്രേക്കിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ നിങ്ങളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് ഫീഡ്ബാക്സ് ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. എന്റെ പേര് ഷഫ്ന. പിന്നെ എല്ലാ സെഷൻസും നന്നായിരുന്നു. ആക്ഷൻ ടാസ്കും ഞാൻ സമയത്തിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ തന്നെയാണ് ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളത്. ഒത്തിരി ഇഷ്ടപ്പെട്ടാണ് ഞാൻ സൈക്കോളജി എടുത്തത്. ഈ പറഞ്ഞ പോലെ ഐസ് ബ്രേക്കിംഗ് സെഷനിൽ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഞാൻ കുറച്ചൊരു കോൺഫിഡന്റ് ഒക്കെ പുറത്ത് കാണിച്ച് എന്നെ പറ്റി പറഞ്ഞത്. ഇന്നിപ്പോ ഞാനാണ് ആദ്യം പറഞ്ഞിട്ടാ. അത്രയും മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ അന്ന് ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എന്താ പറയാ, മുഖം ഫേസ് കാണിക്കാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ആ മടിയൊക്കെ പോയി. ഇപ്പൊ ഞാൻ കാണിക്കുന്നുണ്ട്, അതൊന്നും പ്രശ്നമില്ല. പിന്നെ മൊത്തത്തില് നന്നായിരുന്നു. നമുക്ക് കൂടുതൽ അറിയാൻ പറ്റി. ഇഗ്നോനെ പറ്റിയിട്ടും ലേൺ വൈസിനെ പറ്റിയിട്ടും ഓവറോൾ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുന്നേ പഠിച്ചു പോയിട്ടുള്ള സ്റ്റുഡൻസിന്റെ പലരുടെയും സ്റ്റോറീസ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. കുറെ പേര് സ്ട്രഗിൾ ചെയ്തതും പിന്നെ എന്നെ പോലെ വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് സൈക്കോളജി എടുത്തവരും. അപ്പൊ നമുക്ക് മനസ്സിലായി, അപ്പൊ കുഴപ്പമില്ല, നമുക്കിപ്പോ ഈ വഴിക്കൂടൊക്കെ പോവാം മനസ്സിലായി. അപ്പൊ ഓവറോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നന്നായിരുന്നു നമുക്ക്. അതുപോലെ ഇപ്പൊ ക്ലാസ്സുകൾ കാണുന്നുണ്ട്. ചിലപ്പോ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ക്ലാസ് ഒക്കെ കാണുമ്പോ. ചില സമയങ്ങൾ അടുക്കളയിൽ വെച്ചിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ കാണാറ്. ഓണാക്കി വെച്ചിട്ട് സെഷൻസ് ഒക്കെ കഴിഞ്ഞതില് ഏറ്റവും കൂടുതൽ ഷഫ്നയ്ക്ക് ഇഷ്ടപ്പെട്ട സെഷൻ ഏതായിരുന്നു? ഐസ് ബ്രേക്കിംഗ് സെഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിൻ്റെതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ ഇൻഹെയിലും എക്സൈലും ഒക്കെ അപ്പൊ തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിയും നന്നായിരുന്നു. ഞാൻ ഉമാദേവി, സൈക്കോളജി ചെയ്യുന്നു. ഞാൻ അങ്കമാലിയിലാണ് താമസിക്കുന്നത്, അങ്കമാലി നായത്തോട്. ഞാനൊരു റിട്ടയർഡ് എംപ്ലോയിയാണ്. എനിക്ക് സൈക്കോളജി വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് അതിനകത്തൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണം എന്നുള്ള ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കോണ്ടാക്ട് ക്ലാസ്സുകൾ ഒന്നും കിട്ടില്ല എന്നുള്ള ഒരു ഇത് അറിയാമായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിൽ 1-2 ക്ലാസ്സുകളെല്ലാം നബീൽ സാറിന്റെ ക്ലാസ് ഒക്കെ 2-3 എണ്ണം ഒക്കെ കണ്ടു. അപ്പോഴാണ് എനിക്ക് ലേൺ വൈസ് അക്കാഡമിയെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടിയത്. അപ്പൊ ഞാൻ ആ ഫോൺ നമ്പർ വെച്ച് അതിനകത്ത് കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ഒരു ലേഖ, ഐ തിങ്ക് ലേഖ എന്ന് തോന്നുന്നു, ഒരു മാഡമാണ് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് തന്നത്. അപ്പൊ അതിന്റെ മെന്റർഷിപ്പിനുള്ള ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസ് എനിക്ക് തന്നു. ഞാനത് വെച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അക്ഷര മാഡം ആണ് എൻ്റെ മെന്റർ. എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് എല്ലാ കാര്യത്തിലും അക്ഷര മാഡത്തിന്റെ ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഈ ഓറിയന്റേഷൻ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് സൈക്കോളജി പഠിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു. പക്ഷെ എന്നാലും സബ്ജക്റ്റ് ഭയങ്കര ടഫ് ആയതുകൊണ്ട് എത്രത്തോളം എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളതെ കുറിച്ച് എനിക്ക് ധാരണയില്ല. ഞാൻ എൻ്റെ മാക്സിമം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലാസ്സുകളെല്ലാം വളരെ നല്ല ക്ലാസ്സുകളാണ്. റെക്കോർഡഡ് വീഡിയോസ് എല്ലാം വളരെ നല്ലതാണ്. ആ വാല്യൂ ആഡഡ് നോട്ട്സും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അത് വെച്ച് എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കണമുണ്ട്. എനിക്ക് നല്ലൊരു ഇത് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ലേൺ വൈസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഈ ഇത്രയും ദിവസത്തെ ഓറിയന്റേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേൺ വൈസ് എപ്പോഴും ലേണേഴ്സിന്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് എനിക്ക് വളരെയധികം ഒരു ബോധ്യമായി. ഓരോ ഓറിയന്റേഷന്റെ ഓരോ സെഷൻ കഴിയുമ്പോഴും എനിക്ക് ആ ഒരു വിശ്വാസം എനിക്ക് ഒരുപാട് കൂടുതലായിട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യത്തിനും എല്ലാത്തിനും ലേൺ വൈസിനോട് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ ഞാനിതൊരു വലിയ ടാസ്ക് ആയിട്ടാണ് എടുത്തേക്കണ. കാര്യം ഇഷ്ടമായിട്ട് പഠിച്ചതാണെങ്കിലും വായിച്ച് ഇപ്പൊ ഒരു 3 ബ്ലോക്കൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തന്നെ ആകെ ഭയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. സബ്ജക്ട്സ് ഒക്കെ ഭയങ്കര ഒത്തിരി പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. എന്നാലും എനിക്ക് ഈ ക്ലാസ്സിന്റെ ഒക്കെ ഒരു ബലത്തിൽ ഞാൻ പഠിച്ചു പോവുകയാണ്.
അപ്പൊ അതുകൊണ്ട് ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്റെ മെന്റർ ആണെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ തരുന്നുണ്ട്. എന്നോട് എപ്പോഴും വിളിച്ച് ചോദിക്കുന്നു, അതുപോലെ തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തോ, ഇത് കംപ്ലീറ്റ് ചെയ്തോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരു ബ്ലോക്ക് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ടോപ്പിക്സും ഏരിയാസ് ഒക്കെ എനിക്ക് മാഡം എനിക്ക് വാട്സപ്പിൽ ഇട്ട് തന്നു. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. എല്ലാ സെഷൻസും ഞാൻ അറ്റൻഡ് ചെയ്തു, കഴിയുന്നവരെ എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്തു. ഇപ്പൊ റിട്ടയർ ചെയ്തുകൊണ്ട് എനിക്ക് ടൈം ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ സെഷൻസും തുടക്കം മുതൽ എൻഡ് വരെ ഞാൻ ഇരുന്ന് കാണുക, അതെല്ലാം ചെയ്യുകയും ചെയ്തു. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഈ ഐസ് ബ്രേക്കിംഗ് സെഷനിൽ ഉമാദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ ഏതായിരുന്നു? സോറി മാഡം, എനിക്ക് ഐസ് ബ്രേക്കിംഗ് എനിക്ക് ഐസ് ബ്രേക്കിംഗ് കൂടുതലായിട്ട് അല്ല, പങ്കെടുക്കാൻ പറ്റില്ല. ഞാനൊരു ഓറിയന്റേഷനില് ഓറിയന്റേഷനിൽ എനിക്ക് എല്ലാം വളരെ ഇഷ്ടമായി. അതിനകത്ത് ആ മൈൻഡ് സെറ്റിന്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ ആ ഗോൾസ്, അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഗോൾ സെറ്റിങ്ങിന്റെ ഒരു പിന്നെ എല്ലാ ക്ലാസ്സുകളും എനിക്ക് അങ്ങനെ ഇന്നതെന്ന് പറയാൻ പറ്റണില്ല. എനിക്ക് എല്ലാ ക്ലാസ്സും, എനിക്കൊരു ആകെ ഒരെണ്ണം കുറച്ച് മിസ്സായി പോയത് ആ ഓഗസ്റ്റ് 15 ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നല്ലോ, അത് മാത്രം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഐസ് ബ്രേക്കിംഗ് എനിക്ക് കാണാനേ പറ്റിയുള്ളൂ, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാനൊരു യാത്രയിലായിരുന്നു, വണ്ടിയിലിരുന്നാണ് ഞാൻ ഫുള്ളും അത് കണ്ടതും അറ്റൻഡ് ചെയ്തതൊക്കെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് കൂടുതൽ പങ്കെടുക്കാൻ പറ്റിയില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാണാനേ പറ്റിയുള്ളൂ. ബാക്കി എല്ലാ സെഷൻസും എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലേൺ വൈസിന്റെ എല്ലാ ടാസ്കുകളും ഒക്കെ ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ റെഗുലർ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത് പോണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ പോണേ, അല്ലാതെ ചുമ്മാ പഠിക്കാനല്ല. എനിക്ക് വളരെ ഇൻട്രസ്റ്റോടുകൂടി തന്നെ ഞാനിതെല്ലാം ചെയ്യണേ. അപ്പൊ ഒരു നല്ലൊരു സപ്പോർട്ട് ലേൺ വൈസിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്വാളിഫൈ ചെയ്യാനും നല്ല രീതിയിൽ പഠിച്ചു പോകാനും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഞാൻ 2-3 സെഷൻസ് മിസ്സായിട്ടുണ്ടായിരുന്നു. ബട്ട് ലേൺ വൈസിന്റെ ഈ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതായത് എന്താ ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇത്ര അധികം സെഷൻസ് നടത്തുക എന്നുള്ളത് ഞാൻ കേട്ടിട്ടേ ഇല്ല തീരെ. ഈ പറഞ്ഞ പോലെ നമ്മൾ കോളേജിൽ സ്കൂളിലൊക്കെ ആവുമ്പോൾ ജസ്റ്റ് അന്നത്തെ ദിവസം ഒന്ന് പോയി എല്ലാവരുമായിട്ടൊന്ന് പരിചയപ്പെട്ട് അത്രേ ഉള്ളൂ. ബട്ട് ഇവിടെ ലേൺ വൈസിൽ ഒരുപാട് സെഷൻസ് നടത്തി, അതും പല രീതിയിൽ, പല എന്താ പറയാ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി, അതുപോലെ തന്നെ മെന്റൽ വെൽബീങ്, അങ്ങനെ പല രീതിയിലുള്ള സെഷൻസ് നടത്തി. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഐസ് ബ്രേക്കിംഗ് സെഷൻ നല്ലതായിരുന്നു. അതിനേക്കാൾ എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് മെന്റൽ വെൽബീങ്ങിന്റെ ആയിരുന്നു. നമ്മുടെ ഇന്നത്തെ കാലത്ത് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് അങ്ങനത്തെ ഒരു ടോപ്പിക്. സോ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോ ഞാൻ ഈ ഓറിയന്റേഷൻ സെഷന്റെ ഇടയിൽ പഠിപ്പൊക്കെ ഇത്തിരി കുറഞ്ഞു, വീഡിയോസ് കാണുന്നത് കുറവായി. പക്ഷെ ഇതിപ്പോ എന്താണ്, അത് ക്യാച്ചപ്പ് ചെയ്ത് എടുക്കണം. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ മെന്റർ എല്ലാ ദിവസവും ഇങ്ങനെ കോഡ്സ് അയച്ചു തരും. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചിലത് അത്രയും നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതാവുമ്പോ അത് സേവ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ എനിക്കത് ഒരുപാട് നമുക്കും തന്നെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. സോ ഓവറോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ആദ്യത്തിൽ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. സെഷൻസോട് കൂടിയിട്ട് നമുക്കതൊക്കെ മാറിയുണ്ട്. കാരണം നമ്മൾ ജോയിൻ ചെയ്തത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ മെന്റർ ചൂസ് ചെയ്തുകൊണ്ട് തന്നെ ടെൻഷൻ ഫ്രീ ആണ്, കാരണം നമുക്ക് അധികം റിസ്ക് എടുക്കേണ്ടി വരില്ല എന്നുള്ളൊരു തോന്നൽ വന്നിട്ട്. പിന്നെ ഞാൻ കാരണം എന്റെ താത്തയും കൂടി ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. താത്തക്ക് സൈക്കോളജി ചെയ്യണം പറഞ്ഞിട്ട് താത്തയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ലേൺ വൈസിനോടുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണല്ലോ നമ്മൾ അങ്ങനെ ഒരാൾക്കും കൂടി പറഞ്ഞു കൊടുക്കുക. ഞാൻ തന്നെ ജസ്റ്റ് ജോയിൻ ആയിട്ടേ ഉള്ളൂ, എന്നാലും താത്തനും കൂടി ഇതിൽ ജോയിൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അറ്റൻഡ് ചെയ്ത സെഷൻസ് ഒക്കെ നല്ലതായിരുന്നു. എനിക്ക് ഒറ്റ സെഷൻസ് മിസ്സാവരുതെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് സെഷൻ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അന്ന് അവിടെ റേഞ്ചും ഇല്ല, ഞങ്ങളൊരു ഫാമിലി ഗെറ്റ് ടുഗദറിന്റെ ഇടയിലായിരുന്നു. അപ്പൊ ഫാമിലി ഗെറ്റ് ടുഗദറിന്റെ ഇടയിലായിരുന്നു ഞാൻ. അവിടുന്ന് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ
ഞാനിത് ചെവിയിൽ വെച്ച ഏറ്റവും ബാക്കിലായിരുന്നത്, പക്ഷെ അവിടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കുറെ കട്ടായി കളിച്ചു. പിന്നെ ഒട്ടും നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്ത് പോയതാണ്. പിന്നെ അതുപോലെ ചില യാത്രകൾ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് പലതും. എന്തായാലും ഓവറോൾ ഞാൻ കേട്ടതടക്കം നല്ല നല്ല കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഗോൾ സെറ്റിങ്ങിന്റെ സെഷൻ ആണെങ്കിലും ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിന്റെ സെഷൻ ആണെങ്കിലും ഈവൻ നമ്മൾ അലുമിനിയത്തിന്റെ സെഷൻ തന്നെ ഞാനൊരു അത്രയും ഒരുപാട് ലാഗ് ചെയ്ത് ഒരുപാട് ടൈം എടുത്തൊരു സെഷനാണ്. എന്നാലും എന്താ അറിയില്ല, ഞാൻ മക്കളെ ഇടയിൽ എല്ലാം കൂടെ ചെവിയിൽ അത് വെച്ചിട്ട് 9:30 വരെ അത് കേട്ടിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പൊ അത്രയും എൻഗേജ് ആയിട്ട് ഈ സെഷൻസിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അതൊക്കെ അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്തത്. എല്ലാം നല്ലതായിരുന്നു. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കൂടി കേട്ടപ്പോ നമ്മൾ ചെയ്യുന്ന ഒരു റൈറ്റ് പാത്തിലാണ് നമ്മളെന്നുള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 2 കൊല്ലം പെട്ടെന്ന് അങ്ങ് തീരട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. ചിലപ്പോ വിചാരിക്കും ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത കോഴ്സ് ചെയ്യാന്ന് വരെ തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ലേൺ വൈസ് കൂടെ ഉണ്ടല്ലോ എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ. ഇതുപോലൊക്കെ പോകുമെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു നസ്ലാമ. ഇടയ്ക്കൊന്ന് കോൾ ചെയ്യുമ്പോ ഒരു സമാധാനം. കാരണം നമ്മള് പഠിത്തം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പഠിത്തമൊന്നും നടക്കുന്നില്ല. മക്കളിപ്പോ സ്കൂൾ വെക്കേഷനും തുടങ്ങി പല കാര്യങ്ങൾ കൊണ്ട് അത് ഡ്രോപ്പായി കിടക്കാണ്. എന്നാലും അതങ്ങനെ പോകുന്നു വിചാരിക്കാം. പിന്നെ കൂടെ ഒരാളുണ്ട് എല്ലാത്തിനും എന്നുള്ള ഒരു തോന്നല്, അതും അടുത്ത ആഴ്ചയിൽ വരുന്ന ഒരു കോൾ ഉണ്ടല്ലോ, അതെന്തോ ഒരു ആത്മവിശ്വാസമൊക്കെ തരുന്നുണ്ട്. താങ്ക് യു ഫാബിയ. എനിക്ക് പറയാനുള്ളത്, ഞാൻ 2022 ഞാൻ ഇഗ്നോയില് രജിസ്റ്റർ ചെയ്തതാണ് MA സൈക്കോളജിക്ക് വേണ്ടി. പക്ഷെ എനിക്ക് എവിടുന്നും ഒരു സപ്പോർട്ടും കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു. എനിക്ക് പഠിക്കാൻ സ്വയം പറ്റൂല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടേ ഇല്ല. അപ്പൊ ഞാനത് വേണ്ടാന്ന് വെച്ച് വീണ്ടും എന്റെ മോള് നിർബന്ധപ്രകാരമാണ് ഞാൻ വീണ്ടും ഇഗ്നോയില് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ ലേൺ വൈസിന്റെ ഈ അഡ്വർടൈസ്മെന്റ് കണ്ടു, അതിലെ ക്ലാസ് ഞാൻ കണ്ടു. ഇത് വളരെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ഇപ്പൊ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ എല്ലാ സെഷനും കഴിഞ്ഞതിന് ശേഷം തന്നെ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് എന്തായാലും പാസ്സാവാൻ പറ്റും എന്നുള്ള. വളരെ സന്തോഷം. താങ്ക് യു. നല്ലൊരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്തതിന് താങ്ക് യു. എന്റെ പേര് ലേഖിത, ഞാൻ വയനാട്ടിൽ നിന്നാണ്. എല്ലാ സെഷൻസും നന്നായി ഉണ്ടായിരുന്നു. 1-2 സെഷൻസ് സ്കിപ്പായി പോയിട്ടുണ്ട്, കുറച്ച് ബിസി ആയതുകൊണ്ടായിരുന്നു. പിന്നെ ഇത്രയും എഫേർട്ട് എടുത്ത് നിങ്ങളിത് ചെയ്യുന്നതിന് തന്നെ ഏറ്റവും നല്ല എഫേർട്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ കൊറോണ കാലത്ത് കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഇതുപോലെയായിരുന്നു സെഷൻ. പകുതി കുട്ടികൾ വീഡിയോ ഓണാക്കാത്തതും ഒക്കെ ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. അപ്പോ നിങ്ങളുടെ എന്തായാലും എഫേർട്ടിന് ഞങ്ങൾ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു. ഇത്രയും ദിവസം നിങ്ങളിത് കൊണ്ടുപോകാനായിട്ടുള്ള നിങ്ങളുടെ എഫേർട്ട് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്ര ആൾക്കാരുടെ എഫേർട്ടാണെന്നുള്ളതും കൂടി ഇതിന്റെ സംഘാടകർക്ക് എന്താണെങ്കിലും ഒരു ഹാറ്റ്സ് ഓഫ്. എന്തായാലും ഞാനിത് 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു ഉറപ്പോടെയാണ് പോകുന്നത്. പറ്റുന്ന പോലെ ചെയ്യാം. കാരണം വർക്കിംഗ് കൂടി ആയതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ട് ഇത് കംപ്ലീറ്റ് എങ്ങനെ ആക്കും എന്നുള്ളത്. അപ്പൊ അത് നിങ്ങളുടെയും കൂടി സപ്പോർട്ടും കൂടി കിട്ടണം, അത്രയേ ഉള്ളൂ. എന്തായാലും ക്ലാസ്സസ് ഒക്കെ നന്നായി പോകുന്നുണ്ട്. ഞാൻ ചില ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ ചില ടോപ്പിക്സ് എടുക്കുമ്പോൾ, ഇപ്പൊ ലെസൺ 15, 16 ഒക്കെ എടുക്കുമ്പോൾ ആദ്യത്തെ സെഷൻ പഠിച്ചത് ഓർമ്മയുണ്ട്. എനിക്ക് അതായിരുന്നു പേടി, മറന്നു പോവോന്ന്. അപ്പൊ എനിക്ക് ഇന്ന സെഷനിൽ ഇത് കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഓർമ്മ, പഴയ നോട്ട്സ് നോക്കുമ്പോൾ ശരിയാണ്, ഇത് കേട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എനിക്ക് എല്ലാ സെക്ഷനും വളരെ ഉപകാരപ്രദമായിരുന്നു. ഞാൻ വേറൊരു ഫീൽഡിൽ നിന്ന് വന്നിട്ടാണ് MA സൈക്കോളജി എന്റെ ഇഷ്ടം കൊണ്ട് എടുത്തതാണ്. അത് എടുത്തു വന്നു കഴിഞ്ഞപ്പോ എനിക്കുള്ളിലൊരു ചഞ്ചലപ്പൊക്കെ തോന്നി, പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഒരു തോന്നി. പക്ഷെ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം എല്ലാം കവർ ചെയ്തപ്പോ എനിക്ക് പറ്റുമെന്നൊരു കോൺഫിഡന്റ് വന്നിട്ടുണ്ട്. എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല, എങ്കിലും മാക്സിമം പരിശ്രമിക്കും. പിന്നെ ലേൺവേഴ്സിന്റെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടും വളരെ ഉപകാരപ്രദമാണ്. ശരിക്കും മെന്റൽ ഹെൽത്ത് എന്ന ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഭയങ്കര എന്നെ ആകർഷിച്ചൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ MA സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും എന്ന് എനിക്ക് ശരിക്കും ഒരു ബോധ്യം വന്നു. വളരെ ഉപകാരമായിരുന്നു. ഓക്കെ, താങ്ക് യു ഫോർ ലേൺവേഴ്സ്. താങ്ക് യു.
അപ്പൊ നമ്മൾ ഇത്രയും ഓറിയന്റേഷന് നമ്മൾ ഇത്രയും സെഷൻസ് കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നമ്മൾ ഓരോ സെഷൻസ് കഴിഞ്ഞ സമയത്തും നമുക്ക് എന്താണ് നമ്മൾ ഓരോ ഫീഡ്ബാക്ക് ഫോം സബ്മിറ്റ് ചെയ്യാറുണ്ട് അല്ലെ? ആ ഒരു സെഷനെ ബേസ് ആയിട്ടാണ് നമ്മൾ ഓരോ ഫീഡ്ബാക്ക് ഫോമുകളും സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഓരോ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സെഷൻ കഴിയുമ്പോഴും നമ്മൾ ഇത്രയും സെഷൻസ് കഴിഞ്ഞതിന്റെ ഒരു ഫീഡ്ബാക്ക് ഫോം ആണ് നമ്മൾ ഇന്ന് ഇവിടെ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഫീഡ്ബാക്ക് ഫോം പറയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലേൺ വൈസിന്റെ ഫീഡ്ബാക്ക് ഫോം എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ പേര് എന്താണോ ആ പേര് ജസ്റ്റ് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ എൻറോൾ ചെയ്ത ഇഗ്നു പ്രോഗ്രാം ഏതാണ് അത് ചൂസ് ചെയ്യുക. നമ്മുടെ അസൈൻ ചെയ്ത മെന്റർ അല്ലെങ്കിൽ LSC ഏതാണ് നിങ്ങളുടെ അത് അവിടെ നെയിം ടൈപ്പ് ചെയ്യുക. പിന്നെ അതിനുശേഷം നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ ജസ്റ്റ് വിശദമായിട്ട് തന്നെ നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ ഓരോ സെഷൻ വൈസ് ഫീഡ്ബാക്ക് നമ്മൾ ഇത്രയും സെഷൻസ് കംപ്ലീറ്റ് ആയില്ലേ, അപ്പൊ നമ്മുടെ സെഷൻ വൈസ് നമ്മൾ ഓരോ സെഷന്റെയും ഫീഡ്ബാക്ക് കൊടുക്കുക. അപ്പൊ ഇതിൽ 5 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട, അതായത് നിങ്ങളുടെ ആ ഒരു ചോയ്സ് അനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അടുത്ത ഒരു ഇതാണ് പിന്നെ നമ്മൾ ഓരോ സെഷൻസ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആക്ഷൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാറുണ്ടോ? അപ്പൊ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ചിലതിന് മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഓപ്ഷൻസ് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഐ ഡിഡ് അറ്റംപ്റ്റ് ചെയ്യും, അങ്ങനെയും കൊടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഈ ആക്ഷൻ ടാസ്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാണ് കൊടുക്കുകയാണ്. അതായത് നമ്മൾ റിഫ്ലക്ട് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് എന്നുള്ള കാര്യം കൊടുക്കുന്നത് ഈ ആക്ഷൻ ടാസ്ക് എന്നുള്ളത്. പിന്നെ ഏത് ആക്ഷൻ ടാസ്ക് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി നിങ്ങൾക്ക് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ എഴുതുക, ഏത് ആക്ഷൻ ടാസ്ക് ആണ് എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റർ അല്ലെങ്കിൽ LSC ഈ ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഗൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം നിങ്ങൾ കൂടുതൽ കോൺഫിഡന്റ് ആക്കി നമ്മുടെ ഒരു ഇഗ്നു ജേണി ഭയങ്കര ഹെൽപ്ഫുൾ ആക്കി മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ കോളംസും എന്തെങ്കിലും സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. പുതിയൊരു എലമെന്റ്സ്, പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഫീഡ്ബാക്ക് ഫോമിലുള്ളത്. നമ്മൾ ഓരോ കാര്യം, നമ്മൾ ഓരോ എഫേർട്ടുകൾ നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോ നമ്മുടെ എന്താ പറയാ ഇത്രയും എന്താ പറയാ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ നമ്മൾ ഓരോ ആക്ഷൻ ടാസ്കുകളും ഫീഡ്ബാക്ക് ഫോമുകൾ സബ്മിറ്റ് ചെയ്തു അല്ലെ? അപ്പൊ സബ്മിറ്റ് ചെയ്തതിന്റെ ബേസിൽ നമ്മുടെ പെർഫോമൻസ്, അതായത് നമ്മൾ പെർഫോമൻസിന്റെ ബേസിൽ നമ്മൾ സെലക്ട് ചെയ്ത നമ്മുടെ 3 വിന്നേഴ്സ് ആണ് MA സൈക്കോളജിയിൽ. ആദ്യത്തെ വിന്നറാണ് നിമ്മി പോൾസൺ. ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 81.5 ആണ്. പിന്നെ രണ്ടാമത്തെ റാങ്കിലുള്ള ആളാണ് ഷഫ്ന ജാസ്മിൻ 76.0. പിന്നെ മൻസൂർ വഹാബ് 17.5. ഇതില് മൻസൂർ വഹാബ് അല്ലാത്ത 2 പേരും ഇവിടെ പ്രസന്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ നിമ്മി പോൾസൺ എന്ത് തോന്നുന്നു, നമ്മുടെ ഈ ഒരു ഇതില് എന്താ ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൽ ബേസിൽ, അതായത് നമ്മുടെ ഈ പെർഫോമൻസിന്റെ ബേസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൽ എന്ത് തോന്നുന്നു? നിമ്മി ഉണ്ടല്ലോ അല്ലെ ഇതില് ലൈവില്? ഹലോ ഹലോ പറയ് നിമ്മി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ലേൺ വൈസിനോട്. ഇങ്ങനൊരു ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഞാൻ മുന്നേ ഇങ്ങനെ പ്രോഗ്രാംസിൽ പങ്കെടുക്കുമ്പോഴായാലും നമ്മൾ ജസ്റ്റ് പങ്കെടുക്കണു, തിരിച്ചു പോരുന്നു, പിന്നെ പറയാലോ. മുന്നേ എനിക്ക് ഇത്ര കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതിനും ഒരു കോൺഫിഡൻസ് കാണല്ലോ. സോ അതൊക്കെ എനിക്ക് ഇവിടെ ലേൺ വൈസിൽ വന്നിട്ടാണ് എനിക്ക് കൂടുതൽ അത് കിട്ടിയത്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു നിങ്ങളൊരു അപ്രിസിയേഷൻ എന്നുള്ള രീതിക്ക് തന്നപ്പോ അത് ഒന്നും കൂടി സന്തോഷമായി. സോ താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ ഇതിന്റെ ബേസിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഒരു അസസ്മെന്റ് ഫോമും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം, ഫിൽ ചെയ്തിട്ട്. ഈ ഫീഡ്ബാക്ക് പോലെ തന്നെ നമ്മളൊരു അസസ്മെന്റ് ഫോമും കൂടെ ഉണ്ട് ഫിൽ ചെയ്യാൻ. അപ്പൊ അതും കൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ ഈ അസസ്മെന്റ് ഫോം ഫിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടതിന് ബേസ് ആക്കിയിട്ടാണ് നമുക്ക് ഈ അസസ്മെന്റ് പ്രോഗ്രാം ഉള്ളത്, ഈ ഒരു ഫോം ഉള്ളത്. നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക, ഇതേപോലെ തന്നെ എൻറോൾ ചെയ്ത പ്രോഗ്രാം കൊടുക്കുക, അസൈൻഡ് മെന്റർ അല്ലെങ്കിൽ LSCയുടെ നെയിം കൊടുക്കുക. പിന്നെ
നമ്മുടെ ഇഗ്നു എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ആണോ, ഡീംഡ് യൂണിവേഴ്സിറ്റി ആണോ, നമ്മൾ ഇത്രയും സെഷനിൽ ഇഗ്നുവിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ബേസിൽ എന്താണ് ഇഗ്നുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ എന്ത് യൂണിവേഴ്സിറ്റി എന്നുള്ളത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇഗ്നു കറണ്ട് നാക് സ്റ്റാറ്റസ് എന്താന്നുള്ളത് കൊടുക്കുക. B+ ആണോ, A ആണോ, A++ ആണോ, നോട്ട് അക്രഡിറ്റഡ് ആണോ എന്നുള്ളത് കൊടുക്കുക. പിന്നെ ഒരു ടിപ്പിക്കൽ വെയിറ്റേജ് മോഡൽ നമ്മൾ അക്രോസ് ഇഗ്നു പ്രോഗ്രാമിലുള്ള ടിപ്പിക്കൽ വെയിറ്റേജ് പ്രോഗ്രാം മോഡൽ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അഡ്മിഷൻസ് അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മളെ പാൻ കാർഡ്, എന്തൊക്കെയാണ് DBID അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ്, ABC ഏതാണ് ഇതിൽ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. ഒഫീഷ്യൽ ആയിട്ടുള്ള പോർട്ടൽ, നമ്മൾ റീ രജിസ്ട്രേഷൻ ഒഫീഷ്യൽ പോർട്ടൽ ഏതാന്നുള്ളത് ഇതിൽ ചൂസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ സെഷൻസിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർ അല്ലെ. പിന്നെ നമ്മളെ ഗ്രേഡ് കാർഡിൽ കാണിക്കുന്ന എങ്ങനെയാണ് കാണിക്കുന്ന അസൈൻമെന്റ് മാർക്ക്, തിയറി, പ്രാക്ടിക്കല്, കഫറ്റീരിയ ബാലൻസ്, ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ള സെലക്ട് ചെയ്യുക. എത്ര ടൈം ആണ്, അതായത് എത്ര ടൈംസ് ആണ് ഒരു ഇയറിൽ ഇഗ്നു എന്താണ് ടേം ആൻഡ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാറ്. അതേപോലെ തന്നെ ഏത് ഗ്രേഡിംഗ് സിസ്റ്റം ആണ് ഇഗ്നു എന്താണ് യൂസ് ചെയ്യുന്നത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അച്ചീവ്മെന്റ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള നിങ്ങൾ കറക്റ്റ് ചൂസ് ചെയ്യുക. നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ് ഇഗ്നുവിന്റെ എന്നുള്ള ചൂസ് ചെയ്യുക. എങ്ങനെയാണ് ഇഗ്നുവിന്റെ ക്രെഡിറ്റ് റിക്വയർമെന്റ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് അതിന് കറക്റ്റ് ആൻസർ ചെയ്യുക. പിന്നെ ഡോക്യുമെന്റ് ആണ് ഒരു സ്റ്റുഡന്റ് എന്താണ് എക്സാമിനേഷൻ സെന്ററിലേക്ക് കൊണ്ടുവരേണ്ടത് ഹാൾ ടിക്കറ്റിന്റെ കൂടെ എന്നുള്ളതും അതും കറക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ ഒരു എലിജിബിൾ, അതായത് നമ്മൾ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഗോൾഡ് മെഡൽ ഇഗ്നുവിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ എലിജിബിലിറ്റി എന്നുള്ളത് ചൂസ് ചെയ്യുക. പിന്നെ ഇഗ്നു അസൈൻമെന്റ്സിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ് എന്നുള്ളതും, പിന്നെ ഒരു സ്റ്റുഡന്റിന് ഒരു പ്രോഗ്രാം ഇഗ്നുവിൽ എന്താ പറയുക സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരു പ്രോഗ്രാമിനേക്കാളും കൂടുതൽ ചൂസ് ചെയ്യാൻ പറ്റുമോ, പിന്നെ ഹാൾ ടിക്കറ്റ് എങ്ങനെയാണ് ജനറൽ ആയിട്ട് റിലീസ് ചെയ്യുന്നത്, ഒരു എക്സാമിനേഷൻ സെന്റർ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, പിന്നെ നമ്മളെ എന്താ പറയാ ഇപ്പോ നമ്മൾ എന്താ പറയാ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ബഫർ പോലെ ആപ്പ് ഹാങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ലേൺ വൈസിന് ആപ്പിന് ഹാങ് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം, പിന്നെ ഏതാണ് സ്മാർട്ട് ഗോൾ എന്ന് പറയുന്നത്, പിന്നെ ലീഡ് ബൈ സ്ലാഗ് മെഷർ എന്താന്നുള്ള കറക്റ്റ് പിക്ക് ചെയ്യുക. പിന്നെ ഐഡന്റിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഹാബിറ്റിന്റെ എക്സാമ്പിൾ എന്താണ് ഒരു ബിസി വീക്കിൽ എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ നമ്മൾ ഓരോ സെഷൻസിലും പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് സെഷൻ ആയിരുന്നു അല്ലെ. എല്ലാവരും ഒന്നും കൂടെ മീറ്റ് ചെയ്യാനുള്ള സെഷനാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ പോവാണ്. അപ്പോ നമ്മൾ എന്ന് പറയുന്നത് ഇനി ഇങ്ങോട്ട് നമ്മൾ ഒരുമിച്ച് ലേൺ വൈസിന്റെ ലേണർ ആയിട്ട് എന്ത് ചെയ്യാൻ നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ 2 വർഷം കൊണ്ട് MA സൈക്കോളജി കംപ്ലീറ്റ് ആക്കി മുന്നോട്ട് പോവട്ടെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.